ദൈവത്തിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് കർത്താവിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠ നിമിഷങ്ങളായി കരുതിക്കൊണ്ട് ബഹുമാനപുരസ്സരം കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവർ ശ്രേഷ്ഠരാണെന്ന് എണ്ണിക്കൊണ്ട് ഈ ആത്മാർത്ഥതയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് സ്വർഗസ്ഥനായ പിതാവ് ആത്മീക കാഴ്ചപ്പാടിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തിൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം പരിചിത വാക്യമാണ്. ആ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ചില ആത്മീക ചിന്തകൾ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ദൈവമക്കൾക്ക്, ദൈവത്താൽ നിയുക്തരും നിയമിക്കപ്പെട്ടവരുമായിരിക്കുന്നവർക്ക് അനുഗ്രഹമാകട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. ലൂക്കോസ് 10:19 ഇങ്ങനെയാണ് വാക്യം: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ 70 പേരെ തിരഞ്ഞെടുത്തു. വളരെ പെട്ടെന്നൊരു ക്രമീകരണത്തിൽ ആ 70 പേരെ ഈരണ്ടായിട്ട് കർത്താവിന് ചെല്ലാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തനിക്ക് മുമ്പായിട്ട് അയച്ചു. അയക്കുന്ന സമയത്ത് ഒരുപാട് നിബന്ധനകളും നിയമങ്ങളും ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടാണ് കർത്താവ് അവരെ അവിടേക്ക് കർത്താവിന് പോകേണ്ട സ്ഥലത്തേക്ക് പറഞ്ഞയച്ചത്. അവർ പോയിട്ട് സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്നാണ് 17-ാം വാക്യത്തിൽ കാണുന്നത്. അവർ തിരിച്ചു വന്ന് കർത്താവിനോട് കാര്യങ്ങളുടെ റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ച അനന്തരം യേശുക്രിസ്തു അവരോട് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പോൾ കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്തിട്ട് മടങ്ങി വന്നു. അങ്ങനെ അതിൽ വിജയിച്ചവർക്ക് കർത്താവ് അധികാരം കൊടുക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയാം, കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. ആ ഏൽപ്പിക്കുന്നത് ചെയ്യാൻ മനസ്സ് വെച്ചാൽ, ചെയ്തിട്ട് മടങ്ങി വന്നാൽ, അത് കർത്താവിന് ബോധിച്ചാൽ കർത്താവ് നമ്മളെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അധികാരം തന്ന് അനുഗ്രഹിക്കും. അങ്ങനെ അവർക്ക് അധികാരം കൊടുക്കുന്ന കൂടെ കർത്താവ് പറഞ്ഞൊരു വാക്കാണ് ഇന്ന് പ്രധാനമായും നമ്മുടെ ഉറപ്പിനും ധൈര്യത്തിനും ആത്മീക ജീവിതത്തിൻ്റെ ഭയം കൂടാതെയുള്ള ധന്യതയ്ക്കും വേണ്ടി പങ്കുവയ്ക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ മുഴുബലത്തെയും ചവിട്ടാൻ ദൈവം അധികാരം കൊടുക്കുകയാണ്. ഈ പറയപ്പെട്ടിരിക്കുന്നത് അക്ഷരീകമല്ല, ഇതിനെല്ലാം ആത്മീക അർത്ഥമുണ്ട്. ആളുകൾ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്, തേളിൻ്റെ വാലിലാണ് ശക്തി, വിഷം, മൂർച്ച, വേദന. പുറകു കൊണ്ട് ആക്രമിക്കുക, വാലുകൊണ്ട് ആക്രമിക്കുക. പാമ്പ് മുമ്പിൽ ആക്രമിക്കുക, തല ഉയർത്തി വിഷം ഉള്ളിൽ കയറ്റുകയാണ്. ഇപ്പോൾ വാലുകൊണ്ട് ആക്രമിക്കുകയും തല കൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്ന 2 ജീവികളാണ്. തേള് ചെറുതാണ്, പാമ്പ് വലുതാണ്. രണ്ടും വിഷമാണ്. ശത്രുവിൻ്റെ മുഴുബലം ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് ഇവരോട് പറയുകയാണ്. അക്ഷരീകമല്ല പാമ്പും തേളും എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെയെല്ലാം ചവിട്ടാൻ അധികാരം തരികയാണ്. സ്വാഭാവികമായും മനുഷ്യൻ പറയുന്നത് സൂക്ഷിക്കണം, പാമ്പിനെ ചവിട്ടരുത്, തേളിനെ ചവിട്ടരുത്, അതാ പറയുന്നത്. ചവിട്ടിയ കടി കിട്ടും, ചവിട്ടിയ പ്രശ്നമാണ്. പക്ഷേ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുകയാണ് ചവിട്ടാൻ. ലോകത്തിൻ്റെ ഉപദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായിരിക്കും പലപ്പോഴും ദൈവത്തിൻ്റെ ഉപദേശം. പിശാചിനോട് എതിർത്ത് നിൽക്കാനാണ് ദൈവം പറയുന്നത്. സാത്താനെ ഒന്നും ആ വഴിക്ക് പോകാതെ വഴിമാറിപ്പോക്കോളാനാണ് ലോകം പറയുന്നത്. ദൈവമക്കളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ചവിട്ടാതെ പോകാനല്ല, ചവിട്ടാൻ. സങ്കീർത്തനത്തിലും പറയുന്നുണ്ടല്ലോ,
സർപ്പത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, നീ അതിനെ മെതിച്ച് കളയും. കർത്താവ് അതിനു വേണ്ടി അധികാരപ്പെടുത്തുകയാണ്. ചില വിഷയങ്ങളെ ചവിട്ടി മെതിക്കാൻ ദൈവം അധികാരപ്പെടുത്തിയാൽ ഭയപ്പെടരുത്. നമ്മൾ സാധാരണക്കാരല്ല എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. മനുഷ്യൻ്റെ വ്യവസ്ഥയും നിയമവും അല്ല ദൈവത്തിൻ്റെ വ്യവസ്ഥയും നിയമം എന്ന് നമ്മൾ അറിഞ്ഞ് ജീവിക്കണം. അതിന് ഈ വാക്യങ്ങൾ ഉതകട്ടെ. അതല്ല പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വാചകത്തിൽ യേശു പറഞ്ഞു, ഇവ ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. ഒന്നും ഒരിക്കലും ദോഷം വരുത്തുകയില്ല. മനുഷ്യന് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ദോഷം വരുത്തുന്ന ശക്തികളുണ്ട്. ദോഷം വരുത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ദോഷം വരുത്തുന്ന വ്യവസ്ഥകളുണ്ട്. ദോഷം വരുത്തുന്ന മനുഷ്യരുണ്ട്. മറുവശം നല്ല മനുഷ്യരുണ്ട് കേട്ടോ, നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ, മനുഷ്യന് ഗുണം വരുന്നത്. ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പലതും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. എന്നാൽ ഇതിനിടയിൽ എവിടേക്കോ നമുക്ക് ദോഷം വരുത്തുന്നതുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ജീവജാലങ്ങളിൽ എല്ലാം തന്നെ കാണാൻ നമുക്ക് ഇമ്പമുള്ളത്, മനസ്സിന് കുളിരേകുന്നത്, വളർത്തിയ ഗുണം വരുന്നത്, നമുക്ക് നന്മ വരുന്നതാണ് കൂടുതലും. അതിനിടയിൽ ഒറ്റപ്പെട്ട പാമ്പും തേളും ഒക്കെ ഉണ്ട് ദോഷം വരുത്തുന്നത്. ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ദോഷം വരുത്തുന്ന വാതകങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഗുണം ചെയ്യുന്ന വാതകങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഒത്തിരിയുണ്ട്. അപ്പോൾ നമുക്ക് പ്രയോജനപ്പെടുന്ന സംഭവങ്ങളാണ് കൂടുതലും. ചിലതൊക്കെ ദോഷം വരുത്തുന്നു. ഞാൻ നിങ്ങളോട് അതിൽ നിന്നൊരു വാക്ക് പറയാം. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് നമുക്ക് ദോഷം വരുത്തുന്നവർ കണ്ടേക്കാം. പക്ഷെ എല്ലാവരും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരും, എല്ലാവരും നമ്മുടെ ശത്രുക്കളാണ്, നമുക്കാരുമില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഏതോ ഒരു പാമ്പ്, ഏതോ ഒരു തേള് എവിടെയോ ഉണ്ട്. അവർ ചിലപ്പോൾ നമ്മളെ ഒന്ന് കുത്തും, അത് ദോഷം വരുത്തും. പക്ഷെ അതിൻ്റെ മീതെ ചവിട്ടാൻ അധികാരം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ എല്ലാവരും പാമ്പല്ല, എല്ലാവരും തേളല്ല. നല്ലവരുണ്ട്, നല്ലവരുണ്ട്. ദോഷം വരുത്തുന്ന പലരുമുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. കർത്താവ് അധികാരപ്പെടുത്തിയാൽ, സ്വർഗം നിശ്ചയിച്ചാൽ, സ്വർഗം നിയമിച്ചാൽ, പിന്നെ നിങ്ങൾക്കൊരു ദോഷവും വരുത്തിയാൽ അതിനെന്താ വേണ്ടത്? അതിന് ദൈവം അധികാരപ്പെടുത്തണം. ആരെങ്കിലും കയറി ചവിട്ടിയാൽ, ആരെങ്കിലും കയറി കാല് വെച്ചാൽ ചിലപ്പോൾ പ്രശ്നമാവും. പക്ഷെ ദൈവം അധികാരപ്പെടുത്തിയവരുണ്ട്. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇതിനെ ചവിട്ടാൻ അധികാരം തരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തിയല്ല. പേടിക്കരുത്. നമ്മൾ വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ്. എല്ലാവരും അങ്ങ് ദോഷം പ്രവർത്തിക്കുന്നവരാണ്, എല്ലാവരും നമുക്കെതിരെ ദോഷം അങ്ങനെ ചിന്തിക്കരുത്. ദൈവം പറയുന്നു, നന്മ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, നമുക്ക് ഗുണം ചെയ്യുന്നവരുണ്ട്. ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ദോഷം വരുത്തും എന്ന് വിചാരിക്കുന്നവരാരും ദോഷം വരുത്താൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരുപാട് പേർക്ക് ദോഷം വരുത്തിയ, ഒരുപാട് പേരെ മുറിവേൽപ്പിച്ച, ഒരുപാട് പേരിൽ വിഷം ചീറ്റിയ ഈ ശക്തികൾക്കൊന്നും കർത്താവ് അധികാരപ്പെടുത്തിയവരുടെ മേൽ ഒരിക്കലും ഒരു നാളും ഒരു ദോഷവും ചെയ്യാൻ ഇടയാക്കത്തില്ല. ദൈവം അത് അനുവദിക്കത്തില്ല എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകൃപയിൽ മുന്നോട്ട് പോകാം. കർത്താവിൽ വിശ്വസിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ എനിക്കും ഇത് കേൾക്കുന്നവർക്കും ദോഷം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പകർച്ചവ്യാധികളും രോഗങ്ങളും ദുഷ്ടശക്തികളും അന്ധകാര വ്യാപാരങ്ങളൊക്കെ. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന്, ദോഷം വരുത്തുന്ന എന്തൊക്കെ വ്യാപാരമുണ്ടെങ്കിലും അത് ഞങ്ങൾക്കൊരിക്കലും ഒരു നാളും ഒരു കേടും വരുത്തത്തില്ല, ഒരു ദോഷവും വരുത്തത്തില്ല. അതിനായി സ്തോത്രം. ദാനിയേൽ പറഞ്ഞു, സിംഹങ്ങൾ മനുഷ്യന് കേടുവരുത്തും, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, സിംഹങ്ങൾ എനിക്കൊരു കേടും വരുത്തിയില്ല. തീയ് കേടുവരുത്തുന്നതാണ്, പക്ഷെ എബ്രായ ബാലന്മാർ പറഞ്ഞു കേടുവരുത്തിയില്ല. എൻ്റെ കർത്താവെ, കേടുവരുത്താൻ കഴിയില്ല. ചിലരെ അതുപോലെ ദൈവം നിയോഗിച്ചാക്കണമേ.
ക്ഷുദ്രമോ ആഭിചാരമോ എന്തൊക്കെ ചെയ്യുന്നവനുണ്ടെങ്കിലും ഇതൊക്കെ ദോഷം വരുത്തുന്നതാണ്. പക്ഷെ ചിലരെ നിയമിച്ചാക്കിയാൽ അവർക്ക് ദോഷം വരുത്താൻ കഴിയത്തില്ലല്ലോ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഈ വാചകം ഫലിക്കട്ടെ, ഈ വാക്ക് ഫലിക്കട്ടെ. ഒന്നും ഒരു നാളും ദോഷം വരുത്തുകയില്ല. ദോഷം വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവണതകളെ ഈ ആണ്ടിൻ്റെ ആരംഭ ദിവസങ്ങളിൽ എൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ഒരിക്കലും ദോഷം വരുത്താതിരിപ്പാൻ, ഈ ആണ്ടിൻ്റെ ഒരു ദിവസം പോലും ദോഷം വരുത്താതിരിപ്പാൻ അധികാരപ്പെടുത്തണം കർത്താവേ. അങ്ങനെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവം പ്രവർത്തിക്കും, ഞാനത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.